ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ ടാബുലേഷൻ ആണ് നമ്മൾ ഇനി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റേറ്റ് ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ വരെ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിരുന്നു. എക്സ് ജെ മൈനസ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ജെ ബൈ യു ജെ ആൻഡ് വൈ ജെ മൈനസ് വൺ ഇസ് ഈക്വൽ ടു വൈ ജെ മൈനസ് യു ജെ. ഈ രണ്ട് സ്റ്റേറ്റ് ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻസിനെ കുറിച്ചും അതിൻ്റെ ടേബിളിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ബോർഡിൽ സ്പേസ് കുറവായതുകൊണ്ട് ഞാൻ ആ സ്റ്റേറ്റ് ട്രാൻസ്ഫോർമേഷൻ ടേബിൾ ഇവിടെ വരച്ചിട്ടില്ല. അപ്പോൾ ആ ടേബിളിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയാൽ നമ്മൾ യു ടു ഈക്വൽ ടു ഓരോ യു ജെ ഈക്വൽ ടു 1 ആകുമ്പോൾ അവിടെ പോസിബിൾ ആയിട്ടുള്ള എക്സ് ജെ വൈ ജെസിൻ്റെ വാല്യൂസ്, അതുപോലെ യു ജെ 2 ആകുമ്പോൾ പോസിബിൾ ആയിട്ടുള്ള എക്സ് ജെ വൈ ജെസിൻ്റെ വാല്യൂസ്, അങ്ങനെ നമ്മൾ ലിസ്റ്റ് ചെയ്തിരുന്നു. ആ ടേബിളിൽ നിന്നാണ് ഇവിടെ ആ ടേബിൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ടാബുലേഷൻ സ്കീം ചെയ്തു പോവുക. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് ട്രാൻസ്ഫോർമേഷൻ ടേബിൾ ഉണ്ട്, അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇനി എങ്ങനെയാണ് ടാബുലേഷൻ സ്കീമിൽ ഈ പ്രോബ്ലം ചെയ്യുന്നതെന്ന് നോക്കാം. റിക്കർസീവ് ഓപ്പറേഷൻസിൽ ഫസ്റ്റ് നമ്മൾ ക്യാപിറ്റൽ F1 ഓഫ് x1 y1 എന്ന് പറയുന്നത് സ്മോൾ F1 ഓഫ് u1. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാക്സിമൈസ് u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ പ്ലസ് u3 സ്ക്വയർ ആയിരുന്നു. സോ F1 ഓഫ് u1 എന്ന് പറയുന്നത് u1 സ്ക്വയർ ആണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നതാണ്. ഇനി ബാക്കി നമ്മൾ ടാബുലേഷൻ സ്കീം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ടേബിൾ u1 x1 y1, നമുക്കറിയാം u1 എന്ന് പറയുന്നത് x1 y1 ഡിപ്പെൻഡ് ചെയ്തു. ദാറ്റ് ഈസ് x1 y1 ആൻഡ് ക്യാപിറ്റൽ F1 ഓഫ് x1 y1 എന്ന് പറയുന്നത് ഇപ്പോൾ അത് u1 സ്ക്വയർ ആണെന്ന് അറിയാം. u1ൻ്റെയും പോസിബിൾ വാല്യൂസ് 1 2 3 4 എന്നുള്ളത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് 1 2 3 4 അതനുസരിച്ചിട്ട് x1ൻ്റെയും y1ൻ്റെയും പോസിബിൾ വാല്യൂസ് x1ഉം y1ഉം u1ഉം ഇതെല്ലാം ഈക്വൽ ആണ്. x1 ഈക്വൽ ടു y1 ഈക്വൽ ടു u1 ആണ്. സോ നമുക്കിവിടെ എന്ത് പറയാം, u1 1 2 3 4 ആകുമ്പോൾ x1ഉം 1 2 3 4 ആണ്, y1ഉം 1 2 3 4 ആണ്. അപ്പോൾ u1 സ്ക്വയർ ആണ് നമ്മുടെ ക്യാപിറ്റൽ F1 ഓഫ് x1 y1 എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇവിടെ u1 1 ആകുമ്പോൾ 1 സ്ക്വയർ 1, ഇത് 2 ആകുമ്പോൾ ഇത് 4, ഇത് 3 ആകുമ്പോൾ ഇത് 9, u1 4 ആകുമ്പോൾ ഇത് 16 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്യാപിറ്റൽ F1 ഓഫ് x1ൻ്റെ ടേബിൾ കിട്ടും. അടുത്തത് ക്യാപിറ്റൽ F2 ഓഫ് x2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ F1 ഓഫ് x1 കിട്ടി. ദെൻ അടുത്തത് ക്യാപിറ്റൽ F2 ഓഫ് x2 ആൻഡ് ബൈ റിക്കർഷൻ ഫോർമുല മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. സോ മാക്സിമൈസ് u2 maximization over u2 small f2 of u2 plus capital F1 of x1 y1 that is equal to max over u2 small f2 of u2 എന്താണെന്നുള്ളത് കിട്ടിയിട്ടുണ്ട് u2 സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ F1 of x1 y1. ഇനി ഓൾറെഡി നമ്മുടെ സ്റ്റേറ്റ് ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ എക്സ് ജെ മൈനസ് 1 ഇസ് ഈക്വൽ ടു എക്സ് ജെ ബൈ യു ജെ ആയതുകൊണ്ട് എക്സ് ജെനെ എങ്ങനെ എഴുതാം, എക്സ് ജെ എന്ന് പറയുന്നത് എക്സ് ജെ എന്ന് പറയുമ്പോൾ എക്സ് ജെ മൈനസ് 1 ഇൻറ്റു യു ജെ ആണ്. ആൻഡ് വൈ ജെ മൈനസ് 1 ഇസ് ഈക്വൽ ടു വൈ ജെ മൈനസ് യു ജെ ആയതുകൊണ്ട് അവിടുന്ന് വൈ ജെനെ എങ്ങനെ എഴുതാം, വൈ ജെ ഇസ് ഈക്വൽ ടു വൈ ജെ മൈനസ് 1 പ്ലസ് യു ജെ ആണ്. ഈ കാര്യം നമുക്ക് ഇനി ടേബിൾ ചെയ്യാൻ ആവശ്യമുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി നമ്മൾ ടേബിളിലേക്ക് പോവുക. റിക്കർഷൻ ഫോർമുല അനുസരിച്ചിട്ട് നമുക്ക് u2ൻ്റെ ഒരു ടേബിൾ വേണം, x1 y1 അതായത് ക്യാപിറ്റൽ F1 ഓഫ് x1 y1 അറിയണം. അപ്പോൾ u2 അതുപോലെ തന്നെ x1 y1 വേണം, ക്യാപിറ്റൽ F1 ഓഫ് x1 y1 അറിയുന്ന ഒരു ടേബിൾ വേണം. പിന്നെ വീണ്ടും u2 സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ F1 ഓഫ് x1 y1. ഇനി അത് മാക്സിമൈസ് ഓവർ u2 എന്നാണ്. സോ x2 y2ൻ്റെ ഒരു ടേബിൾ വേണം. നൗ ക്യാപിറ്റൽ ഈ x2 y2 പറഞ്ഞിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ക്യാപിറ്റൽ F2 ഓഫ് x2 y2. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടേബിളിൽ വേണ്ട കാര്യങ്ങൾ. നൗ ഇവിടെ u2ന് നമ്മൾ പല കേസസ് കൊടുക്കുകയാണ്. അതായത് u2ൻ്റെ പോസിബിൾ വാല്യൂസ് 1 2 3 4 ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇവിടെ വരുന്ന പോസിബിൾ ആയിട്ടുള്ള കളക്ഷൻ നോക്കുക. അതായത് u2 1 ആകുമ്പോൾ x1 y1 എന്ന് പറയുന്നത് ഓൾറെഡി 1 2 3 4 എന്ന് നമുക്കുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുക്കും, u2 1 ആകുമ്പോൾ പോസിബിൾ വാല്യൂ ഓഫ് x1 y1 1 2 3 4 1 2 3 4. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാപിറ്റൽ F1 ഓഫ് x1 y1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 1 4 9 16. ഈ ടേബിളിൽ നിന്ന് അത് കിട്ടും. നൗ അടുത്ത ടേബിൾ എന്ന് പറയുന്നത് u2 സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ F1 ഓഫ് x1 y1 ആണ്. u2 സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും, 1 പ്ലസ് ക്യാപിറ്റൽ F1 ഓഫ് x1 y1 1 പ്ലസ് 1 2. അപ്പോൾ ഇത് വീണ്ടും u2 സ്ക്വയർ ഇപ്പോഴും 1 ആണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് 1 പ്ലസ് 4 5 1 പ്ലസ് 9 10 1 പ്ലസ് 16 17 എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ u2 സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ F1 ഓഫ് x1 y1 എന്ന് പറഞ്ഞ ടേബിൾ കിട്ടും. അടുത്തത് x2 y2 എന്താണെന്ന് അറിയണം. x2 y2 കണ്ടുപിടിക്കാനുള്ള ഹിന്റ് ആണ് ഇവിടെ. xj മൈനസ് 1 ഇസ് ഈക്വൽ ടു xj is equal to xj minus 1 into uj എന്നാ.
ഉണ്ടെങ്കിൽ അവിടുന്ന് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് എക്സ് ജെ കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് ചെയ്താൽ മതി, എക്സ് ജെ മൈനസ് വണ്ണിനെ യു ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ജെ കിട്ടും. അപ്പൊ എക്സ് ടു കിട്ടാൻ എന്ത് ചെയ്യണം, എക്സ് ടു കിട്ടാൻ എക്സ് വണ്ണിനെ യു ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് വൺ ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ എക്സ് വൺ ഇൻറ്റു യു ടു, അപ്പൊ 1 × 1 എക്സ് വൺ ഇൻറ്റു യു ടു ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എക്സ് ടു കിട്ടും. അപ്പൊ ഈ ടേബിളിൽ ത്രൂ ഔട്ട് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 1 2 3 4 അത് തന്നെ ഇവിടെ 1 2 3 4 എന്ന് കിട്ടി. അടുത്തത് വൈ ടു കിട്ടാനാ, വൈ ജെ എന്ന് പറയുന്നത് വൈ ജെ മൈനസ് 1 പ്ലസ് യു ജെ എന്നാ. വൈ ജെ മൈനസ് 1 കൂടി യു ജെ ആഡ് ചെയ്യുമ്പോഴാണ് വൈ ജെ കിട്ടുക. സോ വൈ ടു കിട്ടാൻ എന്ത് ചെയ്യണം, വൈ വണ്ണിനോട് കൂടി യു ടു ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് കിട്ടും, ഈ വൈ വണ്ണിനോട് കൂടി ഈ 1 ആഡ് ചെയ്യുക. അപ്പോൾ 1 2 3 4 ആണ്. 1 ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്തായി മാറും, 2 again 2 + 1 3 3 + 1 4 4 + 1 5 കിട്ടി. വീണ്ടും ക്യാപിറ്റൽ F2 of x2 എന്ന് പറയുന്നത് ക്യാപിറ്റൽ F2 of x2 y2 എന്ന് പറയുന്നതാണ് ഏത്, ഇവിടെ മാക്സിമം ഓവർ u2 പ്ലസ് ക്യാപിറ്റൽ F1 of x1 y1 ആണ് എന്ന് പറയുമ്പോൾ ഈ ടേബിൾ എഴുതിയിരിക്കുന്നതിന്റെ മാക്സിമം എന്ന് പറയുന്നത് എന്ത് തന്നെ വരും, 2 5 10 17. ഇപ്പൊ നമുക്ക് u2 1 ആവുന്ന കേസ് കിട്ടിയിട്ടുള്ളൂ. അടുത്തത് u2 2 ആവുന്ന കേസ് നോക്കുക. ഓക്കെ, അപ്പൊ യു ജെ വാല്യൂ 2 ആകുമ്പോൾ അവിടെ പോസിബിൾ ആയിട്ട് വരുന്ന എക്സ് ജെ വൈ ജെന്റെ കളക്ഷൻ ഓൾറെഡി സ്റ്റേറ്റ് ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷനിൽ നമുക്ക് കിട്ടും. അവിടെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയുള്ളൂ, എക്സ് ജെസിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് 1 2 3 ഉള്ളൂ. ഓക്കെ, അപ്പൊ വൈ ജെസ് അത് കൂടുതൽ വരായിരിക്കും. വൈ ജെസ് അവിടെ ആ ടേബിൾ നോക്കുമ്പോൾ നമുക്കറിയാം എക്സ് ജെസ് 1 2 3 ഉള്ളെങ്കിലും വൈ ജെ അവിടെ 1 2 3 4 വരെ വരുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ടേബിൾ അനുസരിച്ചിട്ട് നമ്മൾ എക്സ് ജെ വൈ ജെ ആ കോമ്പിനേഷൻ ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ആ 4 കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടുത്തെ ഈ ടേബിൾ അനുസരിച്ച് തന്നെ എഴുതി പോകും. എക്സ് ജെക്ക് 1 2 3 കൊടുക്കുന്നുള്ളൂ, അപ്പോൾ വൈ വണ്ണും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കുള്ളൂ. സോ 1 1 2 2 3 3 1 1 2 2 3 3 അതങ്ങനെ കൊടുത്തു. ദെൻ വീണ്ടും അതനുസരിച്ചിട്ട് ക്യാപിറ്റൽ F1 of x1 y1 എന്ന് പറയുമ്പോൾ എന്ത് വരും, x1 y1 1 ആകുമ്പോൾ 1 then 4 9 അത് കിട്ടി. അടുത്ത ടേബിൾ എന്ന് പറയുന്നത് u2² പ്ലസ് ക്യാപിറ്റൽ F1 of x1 y1 ആണ്. u2 എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ 2 ആണ്. സോ u2² എന്ന് പറയുമ്പോൾ 4. ഓക്കെ, അപ്പോൾ 4 + 1 5 F1 of x1 y1 4 + 4 8 u2² 4 + 9 13. അടുത്തത് x2 കിട്ടണം. x2 കിട്ടാൻ എന്ത് ചെയ്യണം, x1 × u2 2 × 1 2 2 × 2 4 2 × 3 6. y2 കിട്ടാൻ എന്ത് ചെയ്യണം, u2 + y1 അപ്പോൾ 2 + 1 3 2 + 2 4 2 + 3 5 അത്രയും കിട്ടി. ക്യാപിറ്റൽ F2 of x2 y2 കിട്ടാൻ എന്ത് ചെയ്യണം, ഇത് തന്നെ മാക്സിമം ആണ് പറയുന്നിരിക്കുക, ഇവിടെ ഒരു കാര്യമുള്ളൂ. അപ്പോൾ സോ 5 8 13. വീണ്ടും u2 3 ആകുമ്പോഴോ, u2 3 ആകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ് ട്രാൻസ്ഫോർമേഷൻ ടേബിൾ നോക്കുമ്പോൾ അറിയാം അവിടെ എക്സ് ജെക്ക് പോസിബിൾ ആയിട്ട് 1 2 എന്ന് പറഞ്ഞ 2 പോസിബിൾ വാല്യൂ ഉള്ളൂ. അത് മാത്രം നമ്മൾ ഇവിടെയും കൊടുക്കുക. അപ്പോൾ 1 1 x1 1 ആകുമ്പോൾ അതനുസരിച്ച് y1 എന്തായി 1, x2 2 ആകുമ്പോൾ y1 എന്തായി 1, x1 2 ആകുമ്പോൾ y1 2. സോ 1 1 2 2 അതനുസരിച്ച് ക്യാപിറ്റൽ F1 of x1 y1 എന്തായി മാറും 1 4. അഗെയിൻ u2² പ്ലസ് ക്യാപിറ്റൽ F1 of x1 y1 എന്ന് പറയുമ്പോൾ എന്ത് വരും, u2² ഇവിടെ 3 ആണ്, 3² 9 + 1 10 9 + 4 13 ആവും. x2 കിട്ടാൻ എന്ത് ചെയ്യും, x1 × u2 എന്നാ. അപ്പോൾ എന്ത് വരും 3 × 1 3 3 × 2 6. അടുത്തതോ y2 കിട്ടാൻ വേണ്ടിയിട്ട് ഇത് u2 + y1 ആണ്. സോ 3 + 1 4 3 + 2 5 എന്ന് കിട്ടും. വീണ്ടും മാക്സിമം ഇത് അതെവിടെ എടുത്തിട്ടുള്ള 10 13. അപ്പോൾ ക്യാപിറ്റൽ F2 of x2 y2 കിട്ടും. അടുത്തത് u2ന്റെ പോസിബിൾ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെ 3 പോസിബിൾ വാല്യൂസ് ഉള്ളൂ, 1 2 3 4 4 പോസിബിൾ വാല്യൂസ് ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് u2ന് 4 കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ട്രാൻസ്ഫോർമേഷൻ ടേബിൾ നോക്കുമ്പോൾ അറിയാം അവിടെ എക്സ് ജെക്ക് ഒരു പോസിബിൾ വാല്യൂ ഉള്ളൂ, 1 ആണ്. സോ അവിടെ 1 1 എന്ന് പറഞ്ഞാൽ മാത്രം വരും. 1 1 വരുമ്പോൾ F1 of x1 y1 എന്താണ് 1 ആണ്. അടുത്തത് u2² പ്ലസ് ക്യാപിറ്റൽ F1 of x1 y1 ആണ്. സോ u2 സ്ക്വയർ 16 + 1 17. അടുത്തത് എന്ത് വരും, x1 × u2 എന്നാ, 4 × 1 4 അതാണ് x2. അടുത്തത് y1 u2 കൂടെ ആഡ് ചെയ്യും, 4 + 1 5 അതാണ് y2. ഈ വാല്യൂ തന്നെ എടുത്തെഴുതിയതാണ് ക്യാപിറ്റൽ F2 of x2.
അങ്ങനെയാണ് നമുക്ക് ക്യാപിറ്റൽ F2 ഓഫ് x2 y2 എന്ന് പറഞ്ഞ ടേബിൾ കിട്ടി. നമ്മുടെ എയിം u1² + u2² + u3² മാക്സിമൈസ് ചെയ്യുക. അതായത് അവിടെ നമുക്ക് x3 y3 വരെ പോകണം. ക്യാപിറ്റൽ F3 ഓഫ് x3 y3 കണ്ടുപിടിക്കുക. അതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ. Now again recursive formula ഉപയോഗിച്ചിട്ട് capital F3 of x3 y3 is equal to max over u3 small f3 of u3 plus capital F2 of x2 y2. That is equal to max over u3 small f3 of u3 എന്ന് പറയുന്നത് u3² plus capital F2 of x2 y2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ടേബിളിലേക്ക് പോവുകയാണ്. ഓക്കെ, ടേബിളിൽ u3ന്റെ ഒരു ടേബിള്, ദെൻ x2 y2 അത് വേണം. അപ്പോൾ ക്യാപിറ്റൽ F2 of x2 y2 എഴുതുന്ന ഒരു ടേബിൾ വേണം. u3² plus capital F2 of x2 y2 എഴുതിയിരിക്കുന്ന ഒരു ടേബിൾ വേണം. അഗെയിൻ ക്യാപിറ്റൽ F3 of x3 y3 നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ x3 y3 എഴുതുന്ന ഒരു ടേബിൾ, ക്യാപിറ്റൽ F3 of x3 y3 എഴുതുന്ന ഒരു ടേബിൾ വേണം. ഓക്കെ, അത്ര നമ്മൾ ടേബിൾ എടുക്കുക. ഇനി നമ്മൾ ബാക്കി ചെയ്തു പോവുക. നേരത്തെ പറഞ്ഞ പോലെ u3ക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് 1, 2, 3, 4 ആണ്. അപ്പോൾ ആദ്യമേ u3 1 ആവുന്ന കേസ് എടുക്കുക. നമുക്ക് u3 1 ആവുന്ന കേസിൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ടേബിൾ നോക്കി കഴിഞ്ഞാൽ അറിയാം പോസിബിൾ ആയിട്ടുള്ള x2 y2ന്റെ വാല്യൂ എന്ന് പറയുന്നത് ശരിക്കും 1 to 6 പോസിബിൾ ആണ്. അത് നമ്മൾ ആ സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ടേബിൾ നോക്കി അറിയാം. പക്ഷെ നമ്മൾ ആദ്യമൊക്കെ എഴുതിയപ്പോൾ അവിടെ ക്യാപിറ്റൽ x1 y1 എന്ന് പറയുമ്പോൾ x1 ഉം y1 യൂണി ഈക്വൽ ആയതുകൊണ്ടാണ് 1, 2, 3, 4 വരെ വന്നത്. ഈ x1നെയും y1നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് u2ന്റെ ടേബിൾ നമ്മൾ ബാക്കി എഴുതിയിരുന്നത്. സോ അവിടെ നമ്മൾ 1, 2, 3, 4 വരെ എഴുതിയിരുന്നുള്ളൂ. പക്ഷെ അവിടെ ഈ x1 ഉം y1 ഉം കറസ്പോണ്ടിങ് ആയിട്ട് x2 y2ന്റെ പോസിബിൾ വാല്യൂസിന്റെ കളക്ഷൻ നമുക്ക് ഇവിടെ ഈ ടേബിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ടേബിളിൽ നിന്ന് നമ്മൾ ബാക്കി എഴുതുവാണെങ്കിൽ അവിടെ x2 y2ന്റെ പോസിബിൾ ആയിട്ടുള്ള ഏതൊക്കെയാ ഒരുമിച്ച് എഴുതി പോവാണ്. 1, 2, ഓക്കെ, 1, 2, അടുത്തത് 2, 3, 3, 4, 4, 5, 1, 2, 2, 3, 3, 4, 4, 5 തീർന്നില്ല. ഈ ടേബിളിൽ ബാക്കിയിലൂടെ നോക്കണം. അടുത്ത ഏതാ 2, 3 അത് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്, അപ്പൊ അത് വേണ്ട. 4, 4 അത് ഇതുവരെ വന്നിട്ടില്ല, അതുകൂടി ഇൻക്ലൂഡ് ചെയ്തു. 4, 4 അടുത്തത് 6, 5 അതും ഇതുവരെ വന്നിട്ടില്ല, അപ്പൊ നമ്മൾ 6, 5 എന്ന് പറഞ്ഞതുകൂടെ അവിടെ ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ വീണ്ടും നോക്കുമ്പോൾ അടുത്തത് 3, 4 ആണ്, അതിവിടെ വന്നിട്ടുണ്ട്. 6, 5 വന്നിട്ടുണ്ട്. അഗൈൻ 4, 5 വന്നിട്ടുണ്ട്. അപ്പോൾ u3 = 1 ആകുമ്പോൾ നമ്മുടെ പോസിബിൾ ആയിട്ടുള്ള x2 y2ന്റെ കളക്ഷൻസ് എല്ലാം നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തു. അതനുസരിച്ചിട്ട് ക്യാപിറ്റൽ F2 of x2 y2 എന്ത് വരും? 1, 2 ആകുമ്പോൾ 2, ഓക്കെ, 1, 2 ആകുമ്പോൾ 2, 2, 3 ആകുമ്പോൾ 5, ഓക്കെ, 3, 4 ആകുമ്പോൾ 10, now 4, 5 ആകുമ്പോൾ 17, പിന്നെ വീണ്ടും അടുത്തത് 4, 4 ആകുമ്പോൾ 8, 6, 5 ആകുമ്പോൾ 13, ഓക്കെ, അത് നമുക്ക് കിട്ടി. now അടുത്തത് u3² plus capital F2 of x2 y2 ആണ്. അപ്പോൾ u3² ഇവിടെ u3ന്റെ വാല്യൂ 1 ആണ്. സോ 1 plus 2 3, 1 plus 5 6, 1 plus 10 11, 1 plus 17 18, 1 plus 8 9, 1 plus 13 14 അത് കിട്ടി. അടുത്തത് x3 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? x2 into u3 നമ്മുടെ സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫോർമുല ഉപയോഗിച്ചിട്ട് അതെന്ത് വരും? x2 into u3 എന്ന് വരും. സോ 1 into ഈ ടേബിളിൽ ഫുൾ 1 കൊണ്ട് വരും. അപ്പോൾ എന്ത് വരും? 1, 2, 3, 4, 4, 6 എന്ന് വരും. അടുത്തതോ y3 കണ്ടുപിടിക്കാൻ u3 plus y2 എന്നാണ്. അപ്പോൾ 1 plus 2 3, 1 plus 3 4, 1 plus 4 5, 1 plus 5 6, 1 plus 4 5, 1 plus 5 6 കിട്ടി. ഇനി അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ വാല്യൂസ് അത് എവിടെ എഴുതുന്നതാണ്? ക്യാപിറ്റൽ F3 of x3 y3, ഓക്കെ, 3, 6, 11, 8, 9, 40. അപ്പോൾ നമുക്ക് u3 1 ആകുമ്പോൾ ടേബിൾ. അടുത്തത് u3 2 ആകുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ടേബിൾ നോക്കുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ uj വാല്യൂ 2 ആകുമ്പോൾ അവിടെ പോസിബിൾ ആയിട്ടുള്ള xj വാല്യൂസ് എന്ന് പറയുന്നത് 1, 2, 3 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ പ്രീവിയസ് ടേബിളിൽ നിന്ന് തൊട്ട് മുന്നേ ഈ എഴുതിയിരിക്കുന്ന ഈ ടേബിളിൽ നിന്ന് നമ്മൾ എവിടെ വരെ എഴുതിയാൽ മതി? ഈ 1, 2, 3 കറസ്പോണ്ടിങ് ആയിട്ട് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ 1, 2, ഓക്കെ, 1, 2 അടുത്തത്, ഓക്കെ, അടുത്ത ഇത് വരും 2, 3. അപ്പോൾ 2, 3 കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി. നൗ 3, 4 അത്ര വരുള്ളൂ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് വരും? 2, 5, 10 2, 5, 10 അവിടെ ക്യാപിറ്റൽ F2 of x2 വരും.
x2 y2 കിട്ടും. Now u3 square plus capital F2 of x2 y2 എന്ന് പറയുമ്പോൾ u2 എന്ന് പറയുന്നത് u3 എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. അപ്പോൾ 2ന്റെ സ്ക്വയർ 4 plus 2 6 4 plus 5 9 4 plus 10 14. അടുത്തത് x3 കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 2 1 into 2 2 2 into 2 4 2 into 3 6. അടുത്തത് ഇത് നമ്മൾ ആഡ് ചെയ്യുക u3 plus y2. അപ്പോൾ 2 plus 2 4 2 plus 3 5 2 plus 4 6 അതും കിട്ടി. ദെൻ ഈ വാല്യൂസ് തന്നെ 6 9 40 ക്യാപിറ്റൽ F3 of x3 y3 കിട്ടി. അടുത്തത് u3 3 ആകുമ്പോൾ അപ്പോൾ പോസിബിൾ ആയിട്ട് x വാല്യൂ 1 2 ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ തൊട്ട് മുന്നത്തെ ടേബിളിൽ 1 2 കറസ്പോണ്ടിങ് F2 of x2 y2 2 തന്നെ. അടുത്തത് 2 വരുന്നത് 2 3 5 ഈ രണ്ട് വാല്യൂസേ വരുന്നുള്ളൂ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് u3 സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ F2 of x2 y2 u3 എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. സോ 9 9 plus 2 11 9 plus 5 14 എന്ന് വരും. x3ന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക 3 6. ഓക്കെ, നൗ y3ന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യുക 3 plus 2 5 3 plus 3 6 അത് വന്നു. ഇനി ഈ വാല്യൂസ് അത് എവിടെ എഴുതിയിരിക്കുന്നതാണ് ക്യാപിറ്റൽ F3 of x3 y3 എന്ന് പറയുന്നത്. നൗ അടുത്തത് u3ന്റെ വാല്യൂ 4 വരുന്നത്. അപ്പോൾ നമുക്കറിയാം u3 4 ആകുമ്പോൾ അതായത് uj വാല്യൂ 4 ആകുമ്പോൾ xjക്ക് ഒരു വാല്യൂ 1 മാത്രമേ പോസിബിൾ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് 1 2 എന്ന് പറയുന്നത് മാത്രം എടുക്കുക. കറസ്പോണ്ടിങ് വാല്യൂ 1 2 ക്യാപിറ്റൽ F2 of x2 y2 എന്ന് പറയുന്നത് 1 2 ആകുമ്പോൾ അവിടെ 2 ആണ്. ദെൻ അടുത്തത് u3 സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ F2 of x2 y2 എന്ന് പറയുമ്പോൾ 4ന്റെ സ്ക്വയർ 16 plus 2 18. അടുത്തത് എന്ത് വരും? ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക x2 into u3. അപ്പോൾ 4 into 1 4 അതാണ് x3. y3ന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി u3 plus y2 4 plus 2 6. ഓക്കെ, ഈ 18 ഇങ്ങോട്ട് എഴുതി. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ F3 of x3 y3 എന്ന് പറയുന്ന ടേബിൾ കിട്ടി. ഇനി ഇതിൻ്റെ മാക്സിമം വാല്യൂ എഴുതുക. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് പല സൊല്യൂഷൻസ് പോസിബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഒരു സൊല്യൂഷൻ പറയാം. അപ്പോൾ ഇവിടെ 18 ഉണ്ട്, ഇവിടെ 18 ഉണ്ട്. ഞാനിപ്പോൾ ഈ 18 ആണ് ചൂസ് ചെയ്തതെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഈ 18 ആണെങ്കിൽ എന്ത് വരും? ഈ 18 കറസ്പോണ്ടിങ് ആയിട്ട് മാക്സിമം ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ F3 of x3 y3 is equal to 18. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യു വാല്യൂ എത്രയാണ്? 4. അപ്പോൾ u3 എന്നുള്ളത് 4 എന്ന് എഴുതി. ഓക്കെ, ഇനി അപ്പോൾ അത് നോക്കുമ്പോൾ ഈ 18 കറസ്പോണ്ടിങ് ആയിട്ട് ഈ 18 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തൊട്ട് മുന്നത്തെ ടേബിൾ നോക്കണമെങ്കിൽ ക്യാപിറ്റൽ F2 of x2 y2 എത്രയാണെന്ന് നോക്കണം. 2 ആണ് അവിടെ. ഇവിടെ തൊട്ട് മുന്നത്തെ ടേബിൾ ഈ 2 വരുന്നത് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള u2 വാല്യൂ എത്രയാ? 1 ആണ്. സോ u2 1 എന്ന് എഴുതി. അപ്പം വീണ്ടും നോക്കി ഈ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാപിറ്റൽ F1 of x1 y1 എന്ന് പറയുന്നത് ഇവിടെ ഇത് 1 ആണ്. സോ തൊട്ട് മുന്നത്തെ ടേബിളിൽ നിന്ന് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നോക്കി. സോ u1 വാല്യൂ അവിടെ എന്താണ്? 1 ആണ്. ഇത് ഇതിൻ്റെ സൊല്യൂഷൻ്റെ ഒരു പോസിബിൾ കേസാണ്. വേറൊരു പോസിബിൾ കേസ് എന്ന് പറയുന്നത് നമ്മൾ ഈ 18 നോക്കുന്നതിന് പകരം ഈ 18 നോക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോഴോ ഈ 18 കറസ്പോണ്ടിങ് ആയിട്ടുള്ള u3 വാല്യൂ എത്രയാ? 1. u3 1. അഗെയിൻ ഈ 18 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന ക്യാപിറ്റൽ F2 of x2 എന്ന് പറയുന്നത് എത്രയാണ്? ഈ 18. സോ അത് എത്രയാണ്? 17 ആണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ ടേബിളിൽ 17 നോക്കണം. അപ്പോൾ ഇവിടെ ഒരു 17 ഉണ്ട്, ഇവിടെ ഒരു 17 ഉണ്ട്. അപ്പം ഞാൻ ഈ 17 നോക്കുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ u2 വാല്യൂ എത്രയാ? 4 ആണ്. u2 വാല്യൂ 4 ആണ്. ഓക്കെ, u2 വാല്യൂ 4 എടുത്തു. ഈ 17 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാപിറ്റൽ F1 of x1 y1 എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. സോ വീണ്ടും 1ലേക്ക് പോയി 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള u1 വാല്യൂ 1 എന്ന് തന്നെ കിട്ടി. ഇത് വേറൊരു പോസിബിൾ കേസ്. മറ്റൊരു പോസിബിൾ കേസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 18 തന്നെ ചൂസ് ചെയ്തു. ഈ 18 കറസ്പോണ്ടിങ് ആയിട്ടുള്ള u3 വാല്യൂ 1 ആണ്. F2 of x2 y2 എന്ന് പറയുന്നത് 17 ആണ്. പക്ഷെ അവിടെ ഇവിടെ ഈ 17 എടുക്കുന്നതിന് പകരം ഈ 17 ആയിരുന്നു എടുത്തിരുന്നെന്നുണ്ടെങ്കിൽ അവിടെ u2 എത്രയായി മാറും? 1 ആയി മാറും. ഓക്കെ, ഇവിടെ u2 1 ആണ്. പക്ഷെ ഈ 17 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാപിറ്റൽ F1 of x1 y1 എന്ന് പറയുന്നത് എത്രയാ? 16 ആണ്. സോ ഇവിടുത്തെ 16 കറസ്പോണ്ടിങ് ആയിട്ട് നോക്കും. സോ അവിടെ u1 വാല്യൂ എന്താണെന്ന് കിട്ടും? 4 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്ഷൻസിൽ ഡൈനാമിക് പ്രോഗ്രാമിൻ്റെ സെക്ഷൻസിലുള്ളത്. ലാസ്റ്റ് 2 കൺസ്ട്രെയിൻറ്റ് വരുന്ന പ്രോബ്ലമാണ് ഇവിടെ നമ്മൾ ലാസ്റ്റ് ചെയ്ത് നിർത്തിയത്. അപ്പോൾ അവിടെ സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷനും ഉണ്ട്. അത് ഉപയോഗിച്ച്
ചെയ്യുക.